ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ മലയാളി വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതാണ്. ഗവേഷക വിദ്യാർത്ഥി KS രാംദാസിനെയാണ് 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഡൽഹിയിൽ നടന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്തതിനും രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിനുമാണ് നടപടി. എന്തായിരുന്നു ഈ സംഭവം? നടപടിയെടുക്കാൻ സസ്പെൻഡ് ചെയ്യാനിടയാക്കിയ സാഹചര്യം എന്താണ് തൗഫീഖ്? അതന്നെ പ്രധാനമായും 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഈ മലയാളി വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് ഡൽഹിയിൽ നടന്ന ഒരു വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പാർലമെന്റ് മാർച്ച് ഉണ്ടായിരുന്നു. ഈ പാർലമെന്റ് മാർച്ചിൽ ഈ വിദ്യാർത്ഥി പങ്കെടുത്തു എന്നുള്ളതാണ് ഒരു ആരോപണമായി ഉയർത്തുന്നത്. അതിൽ ടെസ്സിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ മറ്റൊരു കാരണമായി പറയുന്നത് റാം കെ നാം ഡോക്യുമെന്ററി സർവകലാശാലയിൽ പ്രദർശിപ്പിക്കാൻ ഈ വിദ്യാർത്ഥി നേതൃത്വം നൽകി എന്നുള്ളതാണ്. ഗവേഷക വിദ്യാർത്ഥി KS രാംദാസിനെയാണ് 2 വർഷത്തേക്ക് ഇപ്പോൾ സർവകലാശാല ഡീബാർ ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥിയോട് ക്യാമ്പസിനകത്ത് പ്രവേശിക്കരുതെന്ന് കൂടി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ അതിന് വിദ്യാർത്ഥി മറുപടി നൽകിയിരുന്നു. എന്നാൽ ഈ മറുപടി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടികളിലേക്ക് പോയിരിക്കുന്നത്. ഇതിനെതിരെ അപ്പീൽ നൽകുമെന്നും അല്ലെങ്കിൽ കൂടുതൽ നടപടി സ്വീകരിക്കുമെന്ന് കൂടി ഇപ്പോൾ വിദ്യാർത്ഥിയെ അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് ടെസ്സിൽ ഉയരുന്നുണ്ട്. ശരി.